ഇനി വായിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ വൽ ജാന്ന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരിസ് സമൂം വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ഖാലിഖും ബശറൻ മിൻ സ്വൽസാലിൻ من همأ مسنون فإذا سويته ونفخت فيه من روحي فقعوا له ساجدين فسجد الملائكة كلهم أجمعون إلا إبليس أبى أن يكون مع الساجدين. വലഖദ് ഖലഖ്ന തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു. വലഖദ് ലഖദ് തീർച്ചയായിട്ടും, ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്ന നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൽ ഇൻസാന മനുഷ്യനെ, മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ പശിമയുള്ള മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണിൽ നിന്ന്. സ്വൽസാൽ എന്ന് പറഞ്ഞാൽ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്നത് എന്നാണ്. ഹമ എന്ന് പറഞ്ഞാൽ ചെളിമണ്ണ്, മണ്ണ്. മസ്നു എന്ന് പറഞ്ഞാൽ പശിമയുള്ള, ഒട്ടിപ്പിടിക്കുന്ന. അപ്പൊ ഒട്ടിപ്പിടിക്കുന്ന മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വലഖദ് ഖലഖ്ന തീർച്ചയായിട്ടും നാം സൃഷ്ടിച്ചിട്ടുണ്ട് അൽ ഇൻസാന മനുഷ്യനെ, മിൻ സ്വൽസാലിൻ പശിമയുള്ള മണ്ണിൽ നിന്ന്, പിന്നെ മുട്ടിയാൽ ശബ്ദം ഉണ്ടാകുന്ന മണ്ണിൽ നിന്ന്. അഥവാ ചൂള വെച്ചാല് അതിൽ മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന അത്തരത്തിലുള്ള മണ്ണ്. അതിന്റെ പ്രത്യേകതയാണ് മസ്നൂൻ, അത് പശിമയുള്ളതാണ്. ഹമ എന്ന് പറഞ്ഞാൽ മണ്ണ്, ഹമ മണ്ണ്. അപ്പൊ നല്ല മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന പശിമയുള്ള അഥവാ ഒട്ടിപ്പിടിക്കുന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തേ ചോദിച്ചോളി. 26-ാമത്തെ ആയത്ത് സൂറത്തു ഹിജ്ർ, ഹിജ്റിലെ 26-ാമത്തെ ആയത്ത്. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പ് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും വിശദീകരിച്ചിട്ടുണ്ട്. അതില് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്വൽസാല് ഹമ മസ്നൂൻ. ഹമ മണ്ണാണ്. ആ മണ്ണിന്റെ രണ്ട് പ്രത്യേകതയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വൽസാൽ എന്ന് പറഞ്ഞാലും മുട്ടിയാൽ മുഴക്കം വരുന്നത്. അതുപോലെ തന്നെ മസ്നൂൻ എന്ന് പറഞ്ഞാൽ നല്ല ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ളത്. ഹമയിന്റെ പ്രത്യേകതയാണ്. കളിമണ്ണ് എന്ന് പറയാറുണ്ട്. ഒറ്റയടിക്ക് പറഞ്ഞാൽ കളിമണ്ണ്, കൊശവ മണ്ണ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ പറയുകയാണെങ്കിൽ പറയാം. എന്താ കൊശവ മണ്ണ്? കല ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പശിമയുള്ള മണ്ണ്, ഓടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ മണ്ണ്, അത്തരത്തിലുള്ള മണ്ണ് എന്ന് പറയാം. സൂറത്ത് മൂമിനൂനിൽ ഖുർആൻ പറഞ്ഞ എന്താണ്? വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ എന്നാണ്. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടുത്തെ ഇൻസാൻ ആരാണ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹ് എന്ത് ചെയ്തു? ഇത്തരത്തില് പശിമയുള്ള മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന ആ കളിമണ്ണിൽ നിന്ന് എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. അപ്പം മുഅ്മിനൂനിൽ പറഞ്ഞത് ആദം അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പല്ല, പിന്നെ മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. അപ്പൊ ഇവിടെ ഖലഖ്നൽ ഇൻസാന എന്നാണ് പറഞ്ഞതെങ്കിൽ പോലും ആദം അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. മണ്ണിൽ നിന്നാണ് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, അല്ലെ? എല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്. ആദം ആവട്ടെ മണ്ണിൽ നിന്നുമാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ മണ്ണിന്റെ പ്രത്യേകതയാണ് സ്വൽസാല്. അതുപോലെ തന്നെ മസ്നൂൻ എന്നത് മുഴക്കമുണ്ടാകുന്ന മണ്ണ്, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള മണ്ണ്. അതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചത്.
വൽജാന്ന ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. വൽജാന ജിന്നുകളെ, ഖലഖ്നാഹു അതിനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്, മിൻ ഖബൽ അതിന്റെ മുമ്പ്. ഏതിന്റെ മുമ്പ്? മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ്. മിൻ നാരി സമൂം ചൂടേറിയ അഗ്നിയിൽ നിന്ന്. നാറ് അഗ്നി, സമൂം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ആ അഗ്നിയുടെ നാളത്തിനാണ് എന്ത് പറയാ? സമൂം എന്നറിയാം. ചൂടേറിയ അഗ്നിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ജിന്നുവർഗത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ പടച്ചവന്റെ രണ്ടു സൃഷ്ടികളെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് മനുഷ്യൻ, ആദം അലൈഹിസ്സലാമയെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. ജിന്നുവർഗത്തെ എന്ത് ചെയ്തു? അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചു. അപ്പൊ രണ്ട് സൃഷ്ടിപ്പും എന്താ? അതിന്റെ ലക്ഷ്യം എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. പടച്ചവന് കീഴ്പ്പെട്ട് അവനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടു ടീമിനെയും അല്ലാഹ് എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത്, ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചത്. അപ്പൊ ജിന്നുകളെ അഗ്നിയിൽ നിന്നും മനുഷ്യനെ മണ്ണിൽ നിന്നും എന്ത് ചെയ്തു? സൃഷ്ടിച്ചു എന്ന് മനസ്സിലാവുന്നു. എന്നിട്ട് വൈദ് ഖാല റബ്ബുക നിന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, വൈദ് ഖാല റബ്ബുക നിന്റെ സൃഷ്ടാവ് പറഞ്ഞ സന്ദർഭം, പ്രവാചകരെ താങ്കളുടെ സൃഷ്ടാവ് പറഞ്ഞ സന്ദർഭം, ലിൽ മലായികത്തി ആരോട്? അള്ളാഹുവിന്റെ പ്രത്യേക സൃഷ്ടികളായ മലക്കുകളോട്. അപ്പൊ മലക്കുകൾ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ഹദീസിലാണ് വന്നിട്ടുള്ളത്. തീയിൽ നിന്ന്. മലക്കുകളെ പ്രകാശത്തിൽ നിന്ന്, നൂറിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ ക്ലാസ്സിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ പോരെ. നോക്കാം, കുഴപ്പമില്ല. അപ്പം മനുഷ്യൻ മണ്ണിൽ നിന്ന്, ജിന്നുവർഗം അഗ്നിയിൽ നിന്ന്, മലക്കുകളെ നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്ത് ഫാത്തിറിന്റെ ആരംഭത്തിൽ മലക്കുകളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം. അൽഹംദുലില്ലാഹ് ഫാത്തിരി സമാവാതി വൽ അർളി ജാഇലിൽ മലായികത്തി ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാസ വറുബഅ എന്നൊരു പരാമർശം കാണാം. അൽഹംദുലില്ലാഹ് അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആരാണ് അല്ലാഹ്? ഫാത്തിരി സമാവാതി വൽ അർളി ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. എന്നിട്ട് അവിടെ പറഞ്ഞു ജാഇലിൽ മലായികത്തി മലക്കുകളെ സൃഷ്ടിച്ചവനാണ് അവൻ. ജാവിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഖാലിഖ് എന്നുള്ള അർത്ഥം, ഉണ്ടാക്കിയവൻ, സൃഷ്ടിച്ചവൻ. എങ്ങനെ? ഉലി അജ്നിയ ചിറകുകൾ ഉള്ളതായിട്ട്. മസ്ന വസുലാസ വറുബഅ രണ്ടുണ്ട്, മൂന്നുണ്ട്, നാലുണ്ട്. എന്നിട്ട് പറഞ്ഞു വയസീദു ഫിൽ ഖൽഖ് എന്നാണ് ആയത്തിന്റെ ബാക്കി. വയസീദു ഫിൽ ഖൽഖ് അല്ലെ? അങ്ങനല്ലേ? സൃഷ്ടിപ്പിന് നാം എന്ത് ചെയ്യുന്ന പറഞ്ഞത്? അധികരിപ്പിക്കുന്നു. അപ്പൊ കൂടുതൽ ചിറക് വേണമെങ്കിൽ നൽകാൻ ആർക്ക് സാധിക്കുന്ന പറഞ്ഞത്? അള്ളാഹുവിന് കഴിയും. അത് ഒന്നും രണ്ടും മൂന്നും അല്ല. യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണെന്ന് സൂറത്ത് ഫാത്തിറിലെ 1-ാമത്തെ ആയത്തിൽ. മലക്കുകളുടെ സൃഷ്ടിപ്പ് അവരെ ചിറകുകളുള്ളവരായി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാമയെ ഒരിക്കൽ പ്രവാചകൻ കാണുമ്പോൾ 600 ചിറകുണ്ടായിരുന്നു എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളിൽ, ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ മലക്ക്, മനുഷ്യൻ, ജിന്ന്. അതിൽ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് ഇസ്തിഖാറത്തില്ല, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മാത്രം ചെയ്യാനേ അവർക്ക് കഴിയുള്ളൂ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന എന്നാ പറഞ്ഞിട്ടുള്ളത്. ലാ യഅസൂന അല്ലാഹ മാ അമറഹും അവർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയില്ല. വയഫ്അലൂന അവർ പ്രവർത്തിക്കും. മാ യുഅ്മറൂൻ അവരോട് കൽപ്പിക്കപ്പെട്ടത് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ? പ്രവർത്തിക്കുകയുള്ളൂ.
ഇനി സ്വന്തമായി എന്തെങ്കിലും അറിവ് നേടിയെടുക്കാൻ അവർക്ക് സാധ്യമാണോ? അത് സാധിക്കൂല. ഇൽമ് ഇപ്പൊ മനുഷ്യന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതെന്ത് ചെയ്യും? അവൻ വികസിപ്പിച്ചു കൊണ്ടുവരും. അതിൽ നിന്ന് അവൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എന്നാൽ മലക്കുകളെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞെന്താ? അവര് പറഞ്ഞതായിട്ട് സുബ്ഹാനക് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. പടച്ചവനെ, നീ പരമപരിശുദ്ധനാണ്, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് എന്ത് ചെയ്യൂല, അറിയില്ല. സുബ്ഹാനക ലാ സൂറത്ത് ബഖറയുടെ തുടക്കത്തില് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന ഇന്നക അൻതൽ അലീമുൽ ഹക്കീം. അപ്പൊ മലക്കുകളുടെ പ്രത്യേകത അതാണ്. എന്നാൽ ജിന്നുവർഗവും മനുഷ്യവർഗവും അങ്ങനെയല്ല. അവർക്ക് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. ഒന്നുകിൽ നന്ദി കാണിച്ചു ജീവിക്കാം, അല്ലെങ്കിൽ നന്ദികേട് കാണിച്ചു ജീവിക്കാം. അപ്പൊ നന്ദികേട് കാണിച്ച് ജീവിക്കാനുള്ള അവസരം അള്ളാഹു നൽകിയിട്ടുണ്ട് മനുഷ്യർക്കും ജിന്നുവർഗത്തിനും. അതോടൊപ്പം തന്നെ നന്ദി കാണിച്ച് ജീവിക്കാനുള്ള അവസരവും എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ അവർക്ക് തെരഞ്ഞെടുക്കാൻ അവസരമുണ്ട് എന്ന്. അപ്പൊ ഇതാണ് ഈ 3 വർഗം. അപ്പൊ ഇവിടെ 2 വർഗത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പം ഈ ജിന്നുവർഗത്തെയും സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജിന്നുവർഗവും ആർക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്? അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്. ഇല്ല, അതാണ് ഇപ്പൊ പറഞ്ഞത്, തെരഞ്ഞെടുക്കാനുള്ള കഴിവില്ല. അപ്പം കാരണം ഈ ജിന്നുവർഗത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ പടച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? മലക്കുകളിൽ നിന്നുള്ള ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരെ നിരീക്ഷിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കാണുകയും ഒക്കെ ചെയ്തത് കൊണ്ടായിരിക്കാം മലക്കുകൾ പടച്ചവനോട് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, ഒരു ഖലീഫയെ, ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ, അല്ലെങ്കിൽ ഇനി ഖാലിക്കും ബശറൻ എന്ന് പറഞ്ഞപ്പോ അവരുടെ ഉന്നയിച്ച ചോദ്യമുണ്ട്. അതജാലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ. അവിടെ കുഴപ്പമുണ്ടാക്കുന്ന, രക്തം ചിന്തുന്നവരെ നീ സൃഷ്ടിക്കുകയാണോ എന്ന ചോദ്യം. അപ്പൊ എന്താ? അവർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ കുഴപ്പമുണ്ടാക്കുകയും അവർ രക്തം ചിന്തുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മലക്കുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മലക്കുകൾ എന്ത് ചെയ്തത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ വീണ്ടും അങ്ങനെ ഒരു ടീമിനെ ഇനിയും അവിടെ ഉണ്ടാക്കുകയാണോ എന്ന ചോദ്യം ഉന്നയിച്ചത്. ഏത്? അല്ല, അതുപോലുള്ള ഒരു ടീമിനെ വീണ്ടും സൃഷ്ടിക്കുകയാണോ എന്നാ ചോദിച്ചത്. കാരണം ജിന്നുവർഗത്തെ മലക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഭിമുഖീകരിച്ചിട്ടുണ്ട്. ജിന്നുവർഗത്തെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. കാരണം മലക്കുകളാണ് ആര്? റഖീബ് ആക്കിയത്, നിരീക്ഷകന്മാരായിട്ടുള്ളത്, കാര്യങ്ങളെ കർമ്മങ്ങളൊക്കെ തയ്യാറാക്കുന്നവരായിട്ടുള്ളവര്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ജിന്നുകളുടെ പ്രവർത്തനങ്ങളെ കണ്ട മലക്കുകളാണ് എന്ത് ചോദിക്കുന്നത്? ഇനിയും കുഴപ്പമുണ്ടാക്കണോ അല്ല സൃഷ്ടിക്കുകയാണോ എന്നുള്ളത്. ജിന്നുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് അവരെന്ത് ചെയ്ത് മനസ്സിലാക്കി. അതല്ലാതെ മനുഷ്യര് കുഴപ്പമുണ്ടാക്കുന്നൊന്നും മലക്കുകൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. മലക്കുകൾ ചോദിച്ചാൽ തജാലു ഫിഹാ മൻ യുഫ്സിദു ഫിഹാ വയസ്ഫികു ദിമാ, ഇനി അങ്ങനെ തന്നെ ഉള്ളവരെയാണോ ഉണ്ടാക്കണതെന്ന് ചോദ്യം. അപ്പൊ ഏതായാലും നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭത്തിൽ മലായിക്കത്തി, മലക്കുകളോട്. അപ്പൊ 3 ടീമിനെ കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ കുറിച്ച് പറഞ്ഞു, ജിന്നുവർഗത്തെ കുറിച്ച് പറഞ്ഞു, മലക്കുകളെ കുറിച്ചും പറഞ്ഞു. അപ്പം മലക്കുകളോട് നിന്റെ രക്ഷിതാവ് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞേ? ഇന്നി ഖാലിക്കും ബശറ, ഞാനിതാ ഒരു ബഷറിനെ, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. ബഷർ, അപ്പൊ ഖാലിക്കും ബഷർ, ബഷർ. അപ്പം ഇനി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞാൽ ആ ഖലീഫന്റെ അർത്ഥം എന്താണ്? ബഷർ എന്നാണ് അർത്ഥം. ഞാനൊരു ബഷറിനെ എന്ത് ചെയ്യാൻ പോകുന്നു? സൃഷ്ടിക്കാൻ പോകുന്നു. എന്തിൽ നിന്നാണ് അത് സൃഷ്ടിക്കുന്നത്? മിൻ സ്വൽസാലിൻ മിൻ ഹമയിൻ മസ്നൂൻ, മുട്ടിയാൽ ശബ്ദമുണ്ടാകുന്ന പശിമയുള്ള മണ്ണിൽ നിന്ന് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നു. അപ്പൊ അതാരാണ്? ആദം അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് മലക്കുകളോട് എന്ത് ചെയ്തിട്ടുള്ളത്? അള്ളാഹു പറയുന്നത്. കാരണം ആദമിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മിൻ സ്വൽസാലിൻ മിൻ ഹമയിൻ മസ്നൂൻ എന്നതിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. എന്നിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞു, ഫഇദാ സവ്വൈതുഹു, ഞാൻ അവനെ സൃഷ്ടിച്ച് അവനെ നാം സംവിധാനിച്ചു കഴിഞ്ഞാൽ, സവ്വ എന്ന് പറഞ്ഞാൽ സംവിധാനിച്ചു, രൂപപ്പെടുത്തി എന്നൊക്കെയാണ്. പോരവൻ അഫഖ്തു, ഞാൻ ഊതുകയും ചെയ്താൽ, ഫീഹി അവനിൽ,
മിർ റൂഹി, എന്റെ അടുക്കലുള്ള റൂഹിൽ നിന്ന്. മിൻ റൂഹി, എന്റെ റൂഹിൽ നിന്ന് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അള്ളാന്റെ റൂഹ് കൊടുത്ത് ഊതിയതാണോ എന്ന്. അല്ല, മിൻ കിതാബി എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പൊ പുസ്തകം എന്നിൽപ്പെട്ടതാണോ? അല്ല, എന്റെ അടുത്തുള്ളതാണ്. അപ്പൊ അള്ളാന്റെ റൂഹിൽ നിന്ന് കുറച്ച് റൂഹ് ഊതി കൊടുത്തതല്ല, അള്ളാഹുവിന്റെ അധീനതയിലുള്ള റൂഹിൽ നിന്ന് എന്നാണ് മിൻ റൂഹി എന്ന് പറഞ്ഞാൽ. കാരണം റൂഹിന്റെ പരമാധികാരി ആരാണ്? യസലൂനക്കാനി റൂഹ്, അവർ റൂഹിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. കുലി റൂഹു ഇന്നന്ത്, അള്ളാന്റെ അടുത്താണ് റൂഹിനെ കുറിച്ചുള്ള കാര്യം. അറിയില്ല. നിങ്ങൾ എത്ര ഗവേഷണം നടത്തിയിട്ടും നമ്മൾ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല. AI കാലഘട്ടത്തിലും റൂഹിനെ കുറിച്ച് പറയാമോ എന്ന് AIനോട് ചോദിച്ചു നോക്കി. എന്താ AI പറഞ്ഞത്? ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ റൂഹിനെ കുറിച്ച് ആർക്കും വിവരം കിട്ടിയിട്ടില്ല. അതുപോലെ അന്ത്യദിനം കൃത്യമായിട്ട് എപ്പോഴായിരിക്കും കൃത്യമായിട്ട് പറയാൻ ആർക്കും കഴിയില്ല. അതുപോലെ ഒരു മനുഷ്യനെ കുറിച്ച്, ഗർഭത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ച്, ആണോ പെണ്ണൊന്നുമല്ല, അവൻ ജനിച്ചു മരണപ്പെട്ടു പിന്നീട് എന്താണ് അവന്റെ അവസ്ഥ, ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാവും, അതൊക്കെ പറയാൻ പറ്റുന്നവൻ അള്ളാഹ് മാത്രമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ എങ്ങാണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹ്. അപ്പം മനുഷ്യനെ നാം രൂപപ്പെടുത്തിയ ആ റൂഹിൽ നിന്ന്, എന്റെ അധീനതയിലുള്ള റൂഹിൽ നിന്ന് ഞാൻ ഊതുകയും ചെയ്താൽ എന്തു വേണം? നിങ്ങൾ അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? വീഴണം. ഫീഹി ലഹു, അതിന് അവന്റെ മുമ്പിൽ. എങ്ങനെ വീഴണം? സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട് എന്ത് ചെയ്യണം? വീഴേണ്ടതുണ്ട് എന്നുള്ള കൽപ്പിച്ചു. അപ്പം ഞാന് മണ്ണുകൊണ്ട്, എങ്ങനെയുള്ള മണ്ണുകൊണ്ട്? മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന പശിമയുള്ള ഒട്ടിപ്പിടിക്കുന്ന മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ച് അതിനെ ഞാൻ സംവിധാനിച്ച് എന്നിട്ട് എന്റെ അധീനതയിലുള്ള റൂഹിൽ നിന്ന് ഞാൻ അതിൽ ഊതിയാൽ, അവനെ ഊതിയാൽ എന്തു വേണം? ഫഖഉ, അപ്പോൾ നിങ്ങൾ വീഴുവീൻ. ഫഖഉ ലഹു, അവന്റെ മുമ്പിൽ. എങ്ങനെ വീഴണം? സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരായിട്ട് വീഴണം. അപ്പൊ അതൊരു ഇബാദത്തിന്റെ സുജൂദല്ല, മറിച്ച് മഹത്വം അംഗീകരിക്കുന്ന സുജൂദ്. ഒരാളുടെ മഹത്വം അംഗീകരിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. അതല്ലാതെ ഇബാദത്തിന്റെ സുജൂദ് ചെയ്യാനല്ല പറഞ്ഞിട്ടുള്ളത്. ഫഖഉ ലഹു സാജിദീൻ, ഒരാളുടെ മുമ്പിൽ സുജൂദ് ചെയ്യണം. മലക്കുകളോട് അള്ളാഹ് കൽപ്പിച്ചു. ഫസജദൽ മലായികത്തു, ഫസജദ, അപ്പൊ സുജൂദ് ചെയ്താൽ മലായികത്തു, മലക്കുകൾ, കുല്ലുഹും, എല്ലാരും, അജ്മഊൻ, മുഴുവനായിട്ട് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. എല്ലാരും ആദമിന് സുജൂദ് ചെയ്തു. അപ്പൊ ആദമിന് അള്ളാഹു മിൻ സൽസാലിൻ മിൻ ഹമൈം മസ്നൂൻ, പശിമയുള്ള കോട്ടിച്ചു പിടിച്ച നല്ല മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് എന്നിട്ട് അള്ളാഹുവിന്റെ അധീനതയിലുള്ള റൂഹിനെ അതിൽ ഊതിയപ്പോഴ് മലക്കുകളൊക്കെ എന്ത് ചെയ്തു? റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായിട്ട് സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ. അപ്പൊ ജിന്നിനെ കുറിച്ചാ നേരത്തെ പറഞ്ഞു. വൽ ജാന ഖലഖ്നാഹു മിൻ ഖബ്ലു മിൻ നാരി സമൂം, ജിന്നുവർഗത്തെ നാം ചൂടേറിയ അഗ്നിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇബ്ലീസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇബ്ലീസോ? ഇബ്ലീസാരാ? മലക്കാളിൽ പെട്ട ആളാ? ജിന്നിൽ പെട്ട ആളാണ്. അവരുടെ തെളിവാ കിട്ടണം. അറാഫിലുണ്ടോ? കാനമിനൽ ജിന്നി എന്നുണ്ടോ? അത് സൂറത്തു കഹ്ഫിലാണുള്ളത്. സൂറത്തു കഹ്ഫില് 50-ാമത്തെ ആയത്തിലുണ്ടായിരിക്കും കാനമിനൽ ജിന്നി. അവിടെ ഇബ്ലീസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്ലീസിനെ പറഞ്ഞിട്ട് ജിന്ന് അത് നമ്മൾ അടുത്ത ആയത്തും കൂടി വായിച്ചാൽ മനസ്സിലാവും. സൂറത്തു അറാഫിലെ 12-ാമത്തെ ആയത്തിലും അവിടെ കൃത്യമായിട്ട്
മാ മനാക്ക ഇത് അമർത്തുക്ക എന്ന് ഇബിലീസിനോട് പ്രത്യേക അള്ളാഹ് ചോദിക്കുന്നുണ്ട് സൂറത്ത് അഹ്റാഫിലെ 12-ാമത്തെ ആയത്തിൽ. ഇവിടെയും ഇബിലീസിനോട് ചോദിക്കുന്നുണ്ട് അടുത്ത ആയത്തിൽ, കാലയാ ഇബിലീസു മാ ലക്ക, നിനക്കെന്ത് പറ്റിയെന്ന്. അപ്പൊ ഇബിലീസിനോട് അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട് സൂറത്തു അഹ്റാഫിലെ 12-ാമത്തെ ആയത്തിൽ, മാ മനാക്ക അല്ലാ തസ്ജുദ ഇത് അമർത്തുക്ക, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ. അപ്പൊ ഇബിലീസിനോട് പ്രത്യേക കൽപ്പന കൊടുത്തിട്ടുണ്ട്. നമ്മള് ചിലപ്പോഴൊക്കെ പറയാറ് മലക്കിന്റെ കൂട്ടത്തിൽ ഇനി അപ്പൊ മലക്കാളോട് കൽപ്പിച്ചാൽ ഓനും ബാധകാണ്. അല്ല, ഇബിലീസിനോട് പ്രത്യേകം അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അമർത്തുക്ക എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ. അള്ളാഹു ആയാലും അല്ല, ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാനാണ്, അള്ളാഹിനെ മാത്രം ആരാധിച്ച് ജീവിക്കാനാണ് ആ ടീമിനെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അവന്റെ ഡ്യൂട്ടി അത് തന്നെയാണ്, അള്ളാഹ്ക്ക് കീഴ്പ്പെട്ട് അള്ളാഹിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതിന് അവന് ഇസ്തിഖാറത്ത് കൊടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്ക് അത് കൊടുത്തില്ല. മലക്കുകൾ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടേ ജീവിക്കുകയുള്ളൂ. അപ്പം ആ മലക്കുകളോടൊപ്പം ആരുണ്ട്? ഇബിലീസും ഉണ്ട്. അപ്പൊ ഇബിലീസിനോടും അള്ളാഹ് കൽപ്പിച്ചു, കൽപ്പന അംഗീകരിക്കുകയാണ് വേണ്ടത് ഇബിലീസ്. പക്ഷെ ഇബിലീസ് എന്താ പറഞ്ഞത്? ഇല്ല ഇബിലീസ്, ഇബിലീസ് ഒഴിക അബ, അവൻ വിസമ്മതിച്ചു. അബ അയ്യകൂന മഅസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ. അയ്യകൂന, അവൻ ആയിത്തീരുന്നതിന്. അയ്യകൂന മിനസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. അപ്പോ സുജൂദ് ചെയ്തില്ല. വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് അബാ വസ്തക്ബറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സൂറത്ത് ബക്കറയിൽ കാണാം. കിബർ അടിച്ചും ചെയ്തു. വസ്തക്ബറ, അത് എന്താ കിബർ അടിച്ചത് എന്നുള്ളത് അവിടെ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഞാൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവൻ, മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഓന് ഞാൻ സുജൂദ് ചെയ്യേ. അവ കിബർ. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് നേരത്തെ പറഞ്ഞ പിന്നെ കൗഫിൽ പറഞ്ഞിട്ടുണ്ട് ഫഫസക അൻ അംരി റബ്ബിഹി എന്നാണ്. ഫഫസക അൻ അംരി റബ്ബിഹി എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവൻ വിസമ്മതിച്ചു, അയ്യകൂന ആയിത്തീരുന്നതിന്, മഅസ്സാജിദീൻ സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ. അപ്പൊ ഇബ്ലീസ് എന്ത് ചെയ്തില്ല? സുജൂദ് ചെയ്തില്ല. അതുകൊണ്ട് സുജൂദ് ചെയ്യാതിരുന്നാണ്. അതെ അതെ, അത് ഇബ്ലീസ് മാത്രമാണ്. ഇബ്ലീസാണ്. അപ്പൊ പിന്നെ ഓലി ഇബ്ലീസിനെ പിൻപറ്റിയാൽ മതി, മുഹമ്മദിനെ പിന്നെ പിൻപറ്റണ്ട. ഓലോട് ഇബ്ലീസിനെ പിൻപറ്റാൻ പറഞ്ഞാൽ മതി. അപ്പോ സൂഫികൾക്ക് അങ്ങനെ പല വാദമുണ്ട്. പിന്നെ ഭ്രാന്തായാൽ എന്ത് രസം, പുതിയ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സക്രാത്തുൽ മൗത്ത് എന്ത് ഹരം എന്നൊക്കെ. അപ്പൊ സൂഫികളെ പാട്ടാണ്. ഇപ്പൊ ഈ സൂഫികൾ കുറച്ച് പാട്ടും പെയ്ത്തൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലഘട്ടത്തില്. അഥവാ അപ്പം ഭ്രാന്തായാലും എന്ത് രസം. അപ്പൊ ഓൽക്കൈന് വേറെ അതുണ്ടാവും കേട്ടോ, അത് ഓൽക്കൈന് വേറെ വ്യാഖ്യാനം ഉണ്ടാവും. ഭ്രാന്തായാൽ എന്ന് പറഞ്ഞാൽ ജദുബിന്റെ ആലാണെന്നൊക്കെ പറയലില്ലേ? അപ്പൊ അതേ അതെ. അപ്പൊ ഭ്രാന്തായാൽ എന്ത് കാര്യം? സക്രാത്തുൽ മൗത്ത് എന്തു രസം. പാട്ട് ഇതിലുണ്ടായിനി അറിയില്ല. അപ്പൊ മാത്രമല്ല, ഇത് പാടുന്നത് ആരെ വെച്ചിട്ടാ നിങ്ങള്? ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈ ഇടവഴിയെ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ എന്ത് സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. അപ്പൊ ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം എന്നാണ്. അപ്പം
ലൈലാന്റെ സുഗന്ധം ഈ ഇടവഴിയെ വരണമെന്ന് അവളുടെ നിർബന്ധമാണ്. അത് ആരെ ഉദ്ധരിപ്പിച്ചിട്ടാ പാടുന്ന നിങ്ങള്? മുനവ്വർ അലി തങ്ങളുടെ സദസ്സില് മൂപ്പരെ ഉദ്ധരിപ്പിച്ചിട്ടാണ് ഇത് പാടുന്നത്. അപ്പൊ ഇതാണിപ്പോ മനുഷ്യന്റെ അവസ്ഥ. അപ്പം സൂഫികൾ എന്ന് പറഞ്ഞാൽ ഒരു ഇബിലീസാണ്, പിന്നെ യഥാർത്ഥ മുവഹിദ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇബിലീസിനെ പിന്തുടർന്ന് പോകാവുന്നതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ സൂഫിസം അത് തലക്ക് പിടിച്ചിട്ട് കുറെ മുസ്ലിങ്ങൾ ഇപ്പം അങ്ങനെ ഉണ്ട്, സൂഫിസത്തിന്റെ ആളുകളായിട്ട് മാറുന്നുണ്ട്. റൂമിന്റെ ആളുകൾ ഇങ്ങോട്ട് കവാലി ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കവാലി അത് ആടിപ്പാടി പിന്നെ തുറന്ന ലൈംഗികതയും അതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അത് വേറെ വിഷയമാണ്, നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏതായാലും ഇബിലീസ് സുജൂദ് ചെയ്തില്ല. സൂഫികളെ വാദപ്രകാരം അസൽ തൗഹീദിന്റെ ആളായി. പക്ഷെ അള്ളാഹ് കൽപ്പിച്ച് സുജൂദ് ചെയ്യാൻ. അപ്പൊ എന്തായാലും എന്ത് ചെയ്യേണ്ടിയിരുന്നു? ആ കൽപ്പന അംഗീകരിക്കേണ്ടിയിരുന്നു. അവൻ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. അയ്യക്കൂന മാ സാജിദീൻ. മാത്രമല്ല സുജൂദ് ചെയ്യാതിരുന്നപ്പോൾ അത് തൗഹീദിനെതിരാണെന്ന് ഇബിലീസ് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല കേട്ടോ. അത് സൂഫികളോട് പറഞ്ഞു കൊടുക്കണം. തൗഹീദിനെതിരായത് കൊണ്ടാണ് ഞാൻ മനുഷ്യന് സുജൂദ് ചെയ്യാത്തതെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഇബിലീസ് പറഞ്ഞിട്ടില്ല. ഇബിലീസ് പറഞ്ഞ എന്താ പറയാ? കാല. അടുത്ത ആയത്ത് നോക്കുക. അള്ള പറഞ്ഞു, അള്ള ചോദിച്ചു, യാ ഇബിലീസു, ഇബിലീസെ, മാ ലക, നിനക്ക് എന്തു പറ്റിയടാ? അല്ലാ തക്കൂന മാ സാജിദീൻ, അല്ലാ തക്കൂന, നീ ഉൾപ്പെടാതിരിക്കാൻ, നീ ആയിത്തീരാതിരിക്കാൻ, മാ സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരോടൊപ്പം ഉൾപ്പെടാതിരിക്കാൻ ഇബിലീസെ നിനക്ക് എന്ത് പറ്റി എന്ന് അള്ള ഇബിലീസിനോട് ചോദിച്ചു. അപ്പൊ ഇബിലീസിന് പ്രത്യേക കൽപ്പന ഉണ്ട്. ആ സൂറത്ത് അറാഫിലെ 12-ാമത്തെ ആയത്തൊന്ന് നോട്ട് ചെയ്താൽ മതി. അവിടെ കൃത്യമായിട്ട് മാ മനാക്ക ഇത് അമർത്തുക്ക എന്ന് തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇബിലീസെ എന്തു പറ്റി എനിക്ക്? മാ ലക്ക അല്ലാ തസ്ജുദ, നീ സുജൂദ് ചെയ്യാതിരിക്കാൻ, അല്ലാ തക്കൂന മീനസ് മാ സാജിദീൻ. അപ്പൊ അവന്റെ മറുപടി അത് തൗഹീദിനെതിരായത് കൊണ്ട് ഞാൻ സുജൂദ് ചെയ്യാതിരുന്നതല്ല. ഖാല, ഇബിലീസ് പറഞ്ഞു, ലം അക്കുൻ, എനിക്ക് യോജിച്ചതല്ല. ലം അക്കുൻ, അല്ലെങ്കിൽ ഞാനല്ല, എനിക്കു ചേർന്നതല്ല. ലി അസ്ജുദ, ഞാൻ സുജൂദ് ചെയ്യുക എന്നത്, ലി ബശരിൻ, ഒരു മനുഷ്യന്, ഖലഖ്തഹു, ആ മനുഷ്യനെ നീ സൃഷ്ടിച്ചിട്ടുണ്ട്, മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഒട്ടിപ്പിടിക്കുന്ന പശിമയുള്ള മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഒരു മനുഷ്യന് സുജൂദ് ചെയ്യുക എന്നത് എനിക്ക് യോജിച്ചതല്ല, ഞാനത് ചെയ്യൂല. അതൊന്നും കൂടി വ്യക്താക്കി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ അഹ്റാഫിന്റെ ആ 13-ാമത്തെ ആയത്തില് എന്താണ്? 12-ാമത്തെ ആയത്തില് അന ഖൈറും മിൻഹു, ഞാനാണോ അവനേക്കാൾ ഉഷാറ്? ആദമിന് സുജൂദ് ചെയ്യാനല്ലേ പറഞ്ഞേ? ആ ആദമിനേക്കാൾ അന ഖൈറും മിൻഹു, ഞാനാണ് അവനേക്കാൾ ഉഷാർ. ഖലഖ്തനി മിൻ നാർ, നീ എന്നെ അഗ്നി കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഖലഖ്തഹു മിൻ തീൻ, നീ അവനെ മണ്ണുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യൂല. അപ്പൊ തൗഹീദ് മനസ്സിലാക്കി സുജൂദ് ചെയ്യൽ ശിർക്കാണ് എന്നതുകൊണ്ടല്ല ഇബിലീസ് സുജൂദ് ചെയ്യാതിരുന്നത്. ഇബിലീസ് സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണം എന്താ? അഹങ്കാരം, കിബിർ. അബാ വസ്തക്ബറ എന്ന് അവിടെ പറഞ്ഞല്ലോ, ബക്കറയിൽ പറഞ്ഞല്ലോ. മാത്രമല്ല നേരത്തെ സൂറത്ത് അഹ്റാഫിലെ 13-ാമത്തെ ആയത്തിൽ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. ഗെറ്റ് ഔട്ട്, പോണം പറഞ്ഞ്. ഇനി അനക്ക് ഇവിടെ അഹങ്കരിക്കാൻ പറ്റൂല എന്നാ അള്ളാഹ് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഇബിലീസ് അതിന്റെ കാരണം പറഞ്ഞു. ഞാനും മനുഷ്യനും വെക്കുമ്പോ ഞാനാണ് ഉത്തമൻ, കാരണം എന്നെ അഗ്നി കൊണ്ടാണ് നീ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുക എന്നത് അത് ശരിയല്ല, അത്ര യോജിച്ചതല്ല. ഖാല, അല്ലാഹു കൽപ്പിച്ചു, ഫഖ്റുജ് മിൻഹാ, ഫഖ്റുജ്, നീ പുറത്തു പോവണം, മിൻഹാ, ഇവിടെ നിന്ന്, ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്, നീ ആട്ടി ഓടിക്കപ്പെട്ടവനാണ്. റജീം,
ഫഇന്നക റജീം, നീ ശപിക്കപ്പെട്ടവനാണ്, ആട്ടി ഓടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഫഖ്റുജ് മിന്ന, ഇവിടെ പറ്റൂല, ഇവിടെ നിൽക്കാൻ പറ്റൂല, പോകണം. വഇന്ന അലൈക്കൽ ലഅനത ഇലാ യൗമിദ്ദീൻ, വഇന്ന അലൈക, തീർച്ചയായും നിന്റെ മേലുണ്ടായിരിക്കും, അല്ലഅനത, ശാപം, ഇലാ യൗമിദ്ദീൻ, ഏതുവരെ? പ്രതിഫല നാള് വരെ, യൗമുൽ ഖിയാമ വരെ നിന്റെ മേലിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങണം എന്നറിഞ്ഞു. അപ്പൊ കുറച്ചൊന്ന് ഒതുക്കം വന്നു. കാല ഇത്ര ഉണ്ടാവുന്ന ചിലപ്പോ ഓനും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, വിചാരിച്ചിട്ടുണ്ടാവില്ല. ഗെറ്റ് ഔട്ട്, ഉഖ്റുജ് മിൻഹ അല്ലെ എന്ന് അള്ളാഹ് കൽപ്പിക്കുമെന്ന്. ഇനിയിപ്പോ അവിടെ നിൽക്കാൻ പറ്റൂലല്ലോ. നീ ആട്ടിയോടിക്കപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്, റജീമാണ്. മാത്രമല്ല ലഅനത്ത്, ആ ശാപം അന്ത്യദിനം വരേക്കും, യൗമുൽ ഖിയാമ വരേക്കും നിന്റെ മേലുണ്ടായിരിക്കും. ഖാല റബ്ബി അൽഫഅൽനി ഇലാ യൗമി യുബഅസൂൻ. ഖാല, അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ. അപ്പൊ റബ്ബിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവന്. റബ്ബി, എന്റെ റബ്ബേ, ഫഅൽനി, അതിനാൽ നീ എനിക്ക് സാവകാശം നൽകണം. അൽനി, നീ എനിക്ക് സാവകാശം നൽകണം. ഇലാ യൗമി യുബഅസൂൻ, പുനരുദ്ധാരണ നാളുവരെയും, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരേക്കും നീ എന്റെ ആയുസ് നീട്ടിയിട്ട് തരണം, എനിക്ക് സാവകാശം നൽകേണ്ടതുണ്ട് എന്ന് ഇബ്ലീസിന്റെ ആവശ്യമാണ്. അള്ളാഹിനോടാണ് ചോദിച്ചത്. ഖാല ഫഇന്നക മിനൽ മുവരീൻ, ഖാല, ഇബ്ലീസ് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, ഫഇന്നക, തീർച്ചയായിട്ടും നീ, മിനൽ മുവരീൻ, സാവകാശം നൽകപ്പെടും, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ഏതുവരേക്ക്? ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, ആ നിർണയിക്കപ്പെട്ട സമയം വരേക്കും. ഇലാ യൗം, ദിവസം, അൽ വഖ്ത്, ആ സമയത്തിന്റെ ദിവസം, അൽ മഅലൂം, നിർണയിക്കപ്പെട്ട. അപ്പൊ നിർണയിക്കപ്പെട്ട ആ സമയത്തിന്റെ ദിവസത്തിലേക്ക് നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാവകാശം നൽകപ്പെടുന്നുണ്ട്, സാവകാശം നൽകപ്പെട്ടിരിക്കുന്നു. അഥവാ യൗമുൽ ഖിയാമ വരെ നിനക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? സാവകാശം നൽകിയിട്ടുണ്ട്. ഖാല, അപ്പൊ അവൻ പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ബിമാ അഗ്വൈതനി, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ. അപ്പോഴും കാല് മുകളിൽ വെക്കാനുള്ള പരിപാടിയാണ്. നീ എന്നെ വഴികേടിലാക്കിയ, ഞാൻ പഠിച്ചതല്ല, ഈ എന്ത് ചെയ്തതാണ്? എന്നെ വഴികേടിലാക്കിയതാ. ഫബിമാ അഗ്വൈതനി, ആ എന്ന് പറഞ്ഞാൽ പഴപ്പിച്ചു, വഴികേടിലാക്കി. അപ്പൊ നീ എന്നെ, അഗ്വൈത, നീ വഴികേടിലാക്കി, നീ എന്നെ. അപ്പൊ നീ എന്നെ വഴികേടിലാക്കിയതിനാൽ അതിനെന്താ ഞാൻ ചെയ്യാ? ലൗസയ്യിനന്ന ലഹും, ഞാൻ അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും. ലൗസയ്യിനന്ന, സയ്യന എന്ന് പറഞ്ഞാല് അലങ്കാരമാക്കി, ഭംഗിയാക്കി, നന്നാക്കി തോന്നിപ്പിക്കുക. ലഉസയ്യിനന്ന, അല്ലെ, അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ ലാമ്. ലഉസയ്യിനന്ന, ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും. ലൗസയ്യിനന്ന, നൂന് തൗക്കീദ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഊന്നി പറയുന്നതാണ്. അപ്പൊ ഊന്നി ഉറപ്പിച്ച് അവൻ പറഞ്ഞ കാര്യമാണ്. ലഹും, അവർക്ക്, ആർക്ക്? മനുഷ്യർക്ക്. മനുഷ്യന്റെ കാര്യത്തിലാണല്ലോ ഞാനിപ്പോ ഇവിടുന്ന് പുറത്തോണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ അലങ്കാരമാക്കി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും. ഫിൽ അർള്, എവിടെ? ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് തിന്മകളെ ഞാൻ എന്ത് ചെയ്യും? അലങ്കാരമാക്കി തോന്നിപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് വല ഉഅ്വിയന്നഹും അജ്മഈൻ, വല ഉഅ്വിയന്നഹും, ഞാൻ അവരെ പിഴപ്പിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, മുഴുവനായിട്ടും. ഇല്ലാ ഇബാദക, നിന്റെ അടിമകൾ ഒഴികെ. അത് ഇബ്ലീസ് പറഞ്ഞതാണ്. ഇല്ലാ ഇബാദക, നിന്റെ അടിമകൾ ഒഴികെ. മിൻഹും, അവരിൽ നിന്ന്. എങ്ങനെയുള്ള അടിമകൾ ഒഴികെ?
അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ. അപ്പൊ നിഷ്കളങ്കരായ അവരിൽ നിന്നുള്ള നിന്റെ അടിമകളെ ഒഴികെ മുഴുവൻ മനുഷ്യരെയും ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്, ഞാൻ വഴിപഴപ്പിക്കുക തന്നെ ചെയ്യുന്നു. സൂറത്ത് അഹ്റാഫിൽ ഈ കാര്യങ്ങൾ കുറച്ചും കൂടി നേരത്തെ പറഞ്ഞതിന് ശേഷം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓൻ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വഴികേടിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. സൂറത്തു അഹ്റാഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന് ശേഷം 14-15 ആയത്തിലൊക്കെ എന്താ പറഞ്ഞേ? 13 നമ്മൾ നേരത്തെ വായിച്ചു. ഫഖ്റുജു മിന്ന ഇന്നക മിന സ്വായിരി, നീ നിന്ദിക്കപ്പെട്ടവനാണ്, പുറത്തു പോവുക. അപ്പൊ കാല അള്ളിർനി ഇലാ യൗമി യുബഅസ്, ഇപ്പൊ നമ്മൾ വായിച്ചത് തന്നെ. കാല ഇന്നക മിനൽ മുൻവരീൻ, അതും പറഞ്ഞു. ഫബിമാ അഗ്വൈതനി, എന്നിട്ട് പറയാ ലാ അഖുദന്ന ലഹു, ഞാൻ അവർക്ക് വേണ്ടി ഇരിക്കുക തന്നെ ചെയ്യും. സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ നേരായ മാർഗത്തിൽ. അപ്പൊ നീ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന നേരായ മാർഗത്തിൽ ഞാൻ ഇരിപ്പുറപ്പിക്കുക തന്നെ ചെയ്യും. എന്നിട്ടോ സുമ്മലാത്തിയന്നഹും, ഞാൻ അവരുടെ അടുക്കൽ ചെല്ലും. മീൻ ബൈനി ഐതിഹ, അവരുടെ മുന്നിലൂടെ ചെല്ലും. വമിൻ ഖൽഫിം, അവരുടെ പിന്നിലൂടെ ചെല്ലും. വൻ ഐമാനിം, അവരുടെ വലതുഭാഗത്തിലൂടെ ചെല്ലും. വൻ ഷമായിലിം, അവരുടെ ഇടതുഭാഗത്തിലൂടെ ചെല്ലും. അഥവാ സദാ ഞാൻ അവരുടെ ഒപ്പുണ്ടാവും. വലാ തെജിദു, നിനക്ക് കാണാൻ പറ്റൂല, അക്സറഹും, അവരിൽ ഭൂരിപക്ഷത്തെയും ഷാക്കിരീൻ, ശുക്ർ ചെയ്യുന്നവരായി കാണാൻ പറ്റൂല. അഥവാ പടച്ചവന് ശുക്ർ ചെയ്ത് ജീവിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ ഓന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും സദാസമയവും ശൈത്താൻ ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും. എന്ത് എങ്ങനെ? അല്ലല്ല, ശൈത്താൻ ആരാ ഒന്നാണെന്ന് പറഞ്ഞ്? അല്ല, ശൈത്താൻ ഒരുപാടുണ്ട്. സൂറത്ത് ഫാത്തിറിൽ പറഞ്ഞില്ലേ, ഓല് കുട്ടികളുണ്ടല്ലോ. കാരണം അഫ തത്തഹീനോ ദുരിയത്തഹോ എന്നൊക്കെ ഖുർആൻ ചോദിച്ചതല്ലേ സൂറത്ത് കൗഫിൽ 50-ാമത്തെ ആയത്ത്. അതെ, അപ്പൊ ഓനെ പിൻപറ്റിയ കുറെ ആൾക്കാരുണ്ടാവും. ആ ഇബിലീസിന് എവിടെ ഉണ്ടാവില്ല, മലത്തച്ചാലും 2 അഭിപ്രായം ഉണ്ടാവുമല്ലോ. അല്ല, ഒറിജിനൽ ഇബിലീസിന്റെ ആളുകളുണ്ട്. ഇബിലീസ് എന്ന പേരിൽ, ഷെയ്ത്താൻ എന്ന പേരിൽ ഓന്റെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇബിലീസിന്റെ ആൾക്കാര്, ഓന്റെ കുട്ടികളുണ്ട്. ഖുർആന്റെ ചോദ്യം സൂറത്തു കൗഫിൽ 50-ാമത്തെ ആയത്ത്. അവനെയും അവന്റെ സന്താനങ്ങളെയും നിങ്ങൾ സ്വീകരിക്കുകയാണോ എന്നാ, ഔലിയ, രക്ഷകരായിട്ട് അള്ളാഹ്ക്ക് പുറമെ. അപ്പൊ ഓനും അവന്റെ കുട്ടികളും മക്കളൊക്കെ ഇവൻ കാലാകാലം ഉണ്ടാവുകയെ. ഇവന് കുട്ടികളും മക്കളും എങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഖിയാമത്ത് വരെ ഉണ്ടാവും. പിന്നെ സൂറത്ത് ഫാത്തിറിൽ എന്താ പറഞ്ഞത്? സൂറത്ത് ഫാത്തിറിൽ 6-ാമത്തെ ആയത്തിൽ നിങ്ങൾ ഈ ഇബ്ലീസ് ശൈത്താനെ പിന്നെ ഫത്തഹിദുഹു അദുവ എന്ന് പറഞ്ഞിട്ട് ഇന്നമ യദഉ ഹിസ്ബഹു ലിയകൂനു മിൻ, ഓന്റെ ആൾക്കാരെ ക്ഷണിക്കുന്നത് എങ്ങട്ടാ പറഞ്ഞത്? ലിയകൂനു മിൻ അസ്ഹാബി സഈർ, നരകത്തിലേക്കാണ്. അപ്പോ ചെറിയ ഭാഷന്റെ കാര്യമായിട്ട് ചിരിക്കട്ടല്ലോ. അപ്പോ ഞാൻ സംശുദ്ധിയും പണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ചിരിക്കാണോ? പിന്നെ അപ്പൊ ഈ മക്കളും കുട്ടികളും പിന്നെ മാത്രമല്ല ഓന്റെ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, ശൈത്താനെ കുറിച്ച് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞതാണ് മിനൽ ജിന്നത്തി അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിലുണ്ട് ഓന്റെ ആൾക്കാർ, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ആ ആൾക്കാർ. അപ്പം ഈ ജിന്നൊന്നും ഒന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അവരുടെ കൂട്ടത്തിൽ ഖുർആൻ കേട്ട് മുസ്ലിമായവരുണ്ടെന്ന് സൂറത്തു ജിന്നിൽ അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. വന്ന മിന്നൽ മുസ്ലിമൂൻ മിന്നൽ കാസിത്തൂൻ. അപ്പൊ ഈ കാസിത്തീങ്ങളായ ആളുകളിൽ പെട്ട ആളുകളാണ് ഈ ശൈത്താന്മാര്. ഇബ്ലീസ് ഓന്റെ നേതാവ്. ഓൻ കാലാകാലം എന്ത് ചെയ്യും? ഓന് യൗമുൽ ഖിയാമ വരെ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? നീട്ടിട്ടു. അതെ, നിങ്ങൾ നീട്ടിത്തരന്ന് ഓന് പെണ്ണ് വേറെ ഉണ്ടാവില്ലെന്ന് ഓനെ നീട്ടിട്ടാല്. അപ്പൊ ഓന് അവനെ
ഓന്റെ കാര്യങ്ങളില്ല അപ്പോൾ തന്നെ സിറാത്തക്കൽ മുസ്തഖീം സൈദലി മാഷ് മരിച്ചായാലും പെണ്ണുങ്ങൾ നാട്ടിലുണ്ടാവുമല്ലോ. ആ സൈദലി മാഷ പെണ്ണുങ്ങൾ മരിച്ചായാലും വേറെ പെണ്ണുങ്ങൾ നാട്ടിലുണ്ടാവുമല്ലോ. പിന്നെ ഓലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇതൊന്നും ബാധകമില്ലല്ലോ. കാരണം അള്ളാന്റെ കൽപ്പന അംഗീകരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലല്ലേ ഇപ്പൊ ഈ ഇണകൾ എന്നുള്ള കാഴ്ചപ്പാടുള്ളൂ. ഓലെ സംബന്ധിച്ചിടത്തോളം അതില്ലല്ലോ. അള്ളാനെ ധിക്കരിച്ച് ജീവിക്കുന്നവൻ അന്നാമ് എന്നാണല്ലോ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അംഗീകരിച്ചിട്ടില്ലെങ്കിലും എന്തല്ല പ്രശ്നമല്ല. അപ്പം മക്കളുണ്ട് എന്നുള്ളത് ഖുർആന്റെ രസാണ്. അവനും അവന്റെ ആളുകളും. എന്നാൽ അവരിൽ മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾ പോയിട്ട് ജിന്നുവർഗത്തിന് പ്രബോധനം നടത്തുന്നുണ്ട് അവര് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു അഹ്കാഫിലെ 29 മുതലുള്ള ആയത്ത് വായിച്ചു നോക്കിയാൽ അവിടെ കാണാം. ആ നബിയുടെ അടുക്കലേക്ക് ഒരു സംഘം ജിന്നുകളെ അള്ളാഹ് പറഞ്ഞേക്കാണ്. അല്ലാതെ നബി വിളിച്ചു ചേർത്തല്ല. വൈദ് സൊറഫിനായിലേക്ക് നഫറം മിനൽ ജിന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സംഘം ജിന്നുകളെ നിന്റെ അടുക്കലേക്ക് നാം തിരിച്ചു വിട്ടുന്നു. അങ്ങനെ അവർ വന്ന് ഖുർആൻ കേട്ടു. ആ ഖുർആൻ കേട്ട് പോയ ടീം ജിന്നുവർഗത്തിൽ പോയിട്ട് ഞങ്ങൾ ഖുർആൻ കേട്ടു, മൂസാക്ക് ശേഷം ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അജീബു ദാഇ അല്ലാഹ് എന്ന് അവർ പറയുന്നുണ്ട്. അജീബു, നിങ്ങൾ ഉത്തരം നൽകണം. ദാഇ അല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ചെയ്യണം എന്ന് അവരോട് ജിന്നുവർഗം, ആ ജിന്നുവർഗത്തെ പോയി ദഅവത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് പരിശുദ്ധ ഖുർആൻ കേട്ടു. എന്നിട്ട് ഖുർആനിലേക്ക് അവർ ജനങ്ങൾ എന്ത് ചെയ്തു? ക്ഷണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ പോയി ജിന്നാളെ ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എവിടുന്ന ഇപ്പൊ പോന്ന് മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ജിന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും കരീനുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അത് പറയാൻ പറ്റൂല. കാരണം ഇബ്ലീസാണ് ആയുസ് നീട്ടി ചോദിച്ചിട്ടുള്ളത്. അത് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ തലമുറകളായി വളരുകയാണ്. എല്ലാവർക്കും കരീനുണ്ടാകുമെന്നാണല്ലോ. മലക്കിൽപ്പെട്ടത് കരീനുണ്ടാവും എന്നാ പറഞ്ഞത് എല്ലാവർക്കും. എന്നാൽ പടച്ചവനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ശൈത്താനിൽപ്പെട്ട കരീനെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കുന്ന വമൻ യൗഷാൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു കരീൻ. എവിടെ? സൂറത്തു സുഖ്റൂഫിൽ ഉണ്ടാവും. 32-ാമത്തെ ആയത്താണ് എന്റെ ഓർമ്മ, അല്ലെങ്കിൽ 36. അള്ളാനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ശൈത്താനിൽ നിന്നുള്ള ഒരു കരീനെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുക്കുന്ന. ഓന്റെ പണി എന്താണ്? അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ നന്മയിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. അതാണ് ഓരോ പണി. യസുദ്ദൂനഹും അനിസ് സബീൽ, നന്മയിൽ നിന്ന് എന്ത് ചെയ്യും? തടയും. വേറൊരു അധ്യായത്തിൽ ലഹും ഖുറന എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഹും കാഫിരീങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സൂറത്ത് ഫുസ്സിലത്തിലെ 25-ാമത്തെ ആയത്തില് ലഹും ഖുറന, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് നാം ശൈത്താനിൽ നിന്നുള്ള കരീനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഓരോരുത്തരും അള്ളാനെ ധിക്കരിച്ച് ജീവിക്കുന്നവരോടൊപ്പം ശൈത്താനിൽപ്പെട്ട കരീനുണ്ടാവും. ആ ശൈത്താൻ എന്ത് ചെയ്യും? അവനെ ദുർമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. മോമിനീങ്ങൾക്ക് മലക്കിൽപ്പെട്ട കരീനുണ്ട് എന്നാണ് ഖുർആനിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ഹദീസിൽ കാണാവുന്നതാണ് എല്ലാവർക്കും കരീനുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ട്. എല്ലാവർക്കും ജിന്നിൽപ്പെട്ട ഒരു കരീനുണ്ട്. എന്റെ കരീനിനെ എനിക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കരീൻ എന്നോട് നന്മ മാത്രമേ കൽപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു ഹദീസ് കാണാം. പക്ഷെ ഖുർആന്റെ ആയത്ത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും കരീന്, ശൈത്താനിൽ നിന്നുള്ള കരീനുണ്ട് എന്നതിന് തെളിവ് കാണുന്നില്ല. മലക്കിൽപ്പെട്ട കരീനുണ്ട്. മലക്കിൽപ്പെട്ട കരീന് ഉണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനുണ്ടായിരിക്കും. അഥവാ അവനെ നിരീക്ഷിക്കാൻ നിരീക്ഷകന്മാരുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആളുകളുണ്ട്. സൂറത്തു കാഫിലെ എത്രാമത്തെ ആയത്ത്? 27-ാമത്തെ ആയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. കാല കരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് എന്നൊരു ആയത്ത്. അത് മലക്കിൽപ്പെട്ട കരീനാണ് പറയാ. ഇത് എന്റെ അടുക്കൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയും. മറ്റേ കരീൻ ഷെയ്ത്താൻ കരീനായിട്ടുള്ളവരോട് ആ ഷെയ്ത്താന്റെ കരീന് പറയും. പരലോകത്ത് പറയുന്നത് വേറെ അതേ കാഫിൽ തന്നെ ഉണ്ട്. എന്താണ്? റബ്ബന കാല കരീനു റബ്ബന മാ അത്വഖൈതുഹു,
പടച്ചോനെ ഞാൻ ഓനെ പഠിപ്പിച്ചിട്ടില്ലട്ടോ എന്ന് ശൈത്താന്റെ കരീന ഓനെ പോയിട്ട് എന്ത് ചെയ്യും? സത്യനിഷേധിയെ കുറിച്ച് പറയുന്നു. അപ്പം അള്ളാനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കാണ് ഷെയ്ത്താനിൽ നിന്നുള്ള കരീനുണ്ടാവുക എന്നതാണ് ഖുർആനിന്റെ ആശയം. അത് എല്ലാവർക്കും ഉണ്ടാവും. മലക്കിൽപ്പെട്ട കരീൻ അവനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കരീൻ എല്ലാവർക്കും ഉണ്ടാവും. ഓന്റെ കാര്യങ്ങൾ ചെയ്യാം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് രണ്ട് മലക്കാളെ പേരല്ല. റഖീബുൻ അതീദ് മലക്കാളെ പേരാണെങ്കിൽ റഖീബും വ അതീദ് പറയേണ്ടിയിരുന്നു. റഖീബ് നിരീക്ഷകന്മാർ, അതൊരു ടീമാണ്. മലക്കാളെ പേരല്ല. മലക്കാളെ പേരാണെങ്കിൽ എന്ത് പറയേണ്ടിയിരുന്നു? വാവ് അവിടെ കൂട്ടേണ്ടിയിരുന്നു, അത്തുഫ് ചെയ്യേണ്ടിയിരുന്നു. അപ്പൊ റഖീബ് അതീദ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾ, അതുപോലെ അതീദ് തയ്യാറാക്കുന്ന ആളുകൾ, രേഖയൊക്കെ തയ്യാറാക്കാൻ ആളുകളാണല്ലോ നിരീക്ഷകന്മാർ തയ്യാറാക്കുന്ന. അപ്പൊ അങ്ങനത്തെ കാര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിപ്പോ എത്രയാണെന്ന് പറയാൻ പറ്റൂല. അപ്പൊ മലക്കുൽ മൗത്ത് എത്രയാണെന്ന് പറയാൻ പറ്റൂല. എളിരിപൂന ഉജുവും അതുമാറും എന്നൊക്കെ പറഞ്ഞു അവരടിക്കുന്നു. അപ്പൊ എന്തായാലും മൂന്നെന്തായാലും ഉണ്ട്. മൂന്നിലധികം അല്ലാതെ കുറയില്ല. അവരടിക്കും. ബഹുവചനായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം കിറാമൻ കാത്തിബീൻ മാന്യന്മാരായ എഴുത്തുകാരാണ് അവർ. യഅലമൂൻ അവർ അറിയുന്ന പറഞ്ഞിട്ടുണ്ട്. അവർ അറിയും. അപ്പൊ എത്ര എണ്ണം എന്നുള്ളത് ഓരോരുത്തർക്കും അനുസരിച്ച് ഉണ്ടാവും. ഇത് രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ആര് ഹഫളത്തിന്റെ മലക്കുകളുണ്ട് എന്ന് സൂറത്തു റാഇദിലെ 11-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവര് നമ്മളുടെ രക്ഷക്കെത്തണമെങ്കിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹ് പറയണം. മനസ്സിലായോ? അല്ല, യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ് എന്നാ പറഞ്ഞത്. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. ലഹു മുഅഖിബാത്തുൻ മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം. അവരുടെ മുന്നിലും പിന്നിലും പ്രത്യേക സംഘങ്ങൾ ഉണ്ടായിരിക്കും. യഹ്ഫദൂനഹു, ആ സംഘങ്ങൾ അവനെ കാത്തു സൂക്ഷിക്കും. മിൻ അംരില്ലാഹ്, അള്ളാന്റെ കൽപ്പന പ്രകാരം. അപ്പൊ മലക്കാൾ ഒറ്റക്ക് വന്നിട്ട് എന്ത് ചെയ്യൂല? കാക്കൂല. പിന്നെ അള്ളാഹ് അവനെ സംരക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? കാക്കും. മിൻ അംരില്ലാഹ്. അപ്പൊ അള്ളാന്റെ കൽപ്പന ഇട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് പറയണം. നമ്മള് പടച്ചോനോട് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനോട് പറഞ്ഞു. അപ്പൊ ബദറിൽ അള്ളാഹ് മലക്കുകളെ ഇറക്കിയിട്ട് എന്ത് ചെയ്തു? സഹായിച്ചു. അവിടെ മലക്കാളല്ല സഹായിച്ചത്. ഖുർആന്റെ പ്രയോഗം അന്നീ മുമിദ്ദുക്കുന്ന, ഞാൻ നിങ്ങളെന്ത് ചെയ്തു? സഹായിച്ചു. ബി അൽഫി മിനൽ മലായികത്തി മുർദിഫി. മാത്രമല്ല പിന്നെ വായിച്ചു നോക്കിയാൽ കാണാം, പിന്നെ മലക്കുകൾക്ക് അള്ളാഹ് വഹ്യ് നൽകി, നിർദ്ദേശം നൽകി അവരുടെ പെരടിക്ക് വെട്ടണം, അതുപോലെ തന്നെ വിരലുകളൊക്കെ ഛേദിക്കണം എന്ന് നിർദ്ദേശം നൽകി എന്നൊക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. അപ്പൊ പടച്ചവന്റെ പ്രത്യേക കൽപ്പന പ്രകാരം അവർ മനുഷ്യരെ എന്ത് ചെയ്യും? സംരക്ഷിക്കും. അതിന് അള്ളാഹിനോട് തേടണം. മലക്കാളോട് തേടിയാൽ ശിർക്കാണ്. പിന്നെ സൂറത്തു ഖാഫില് പറഞ്ഞിട്ടുള്ളത് അന്ന് കണ്ണൊക്കെ മൂർച്ചുള്ളതായിരിക്കുന്ന, കണ്ണിന്റെ അടപ്പൊക്കെ അള്ളെടുത്ത് മാറ്റുന്ന. നമ്മളെ കണ്ണിനൊക്കെ പടച്ചൻ ചില അടപ്പുകളൊക്കെ വെച്ചിട്ടുണ്ടെന്ന, അത് പോയാല് വേറെ ഇന്ന് കാണാത്തതൊക്കെ നമുക്ക് പലതും കാണാൻ പറ്റുന്ന ഖുർആൻ അത് പറഞ്ഞു. പിന്നെ അന്ന് നല്ല മൂർച്ചുള്ള കണ്ണായിരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്തതൊക്കെ കാണും. അപ്പൊ കരീനിനെ കാണും. നമ്മളൊപ്പം ഉണ്ടായ കരീനിനെ കാണുന്ന സത്യനിഷേധിയായിട്ടുള്ള ആള് മലക്ക് പിന്നെ അവന്റെ രേഖകളൊക്കെ കൊടുത്തിട്ട് മലക്കിൽപ്പെട്ട കരീന് പറയുന്ന കാല കരീനു ആദാമാല തയ്യ അത്തീത്, ഇതാണ് എന്റെ അടുക്കൽ റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അൽക്കിയാഫി ജാനമ്മ കുല്ല കഫാരിൻ അനീത് മന്നാലിൽ ഖൈരി മുഅ്തദി മുരീബ് അല്ലദി ജാലമാല്ല ഇലാൻ ആഖർ, പടച്ചവനിൽ പങ്കു ചേർത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മലക്ക് അവിടെ തയ്യാറാക്കിയ റിക്കാർഡ് അവിടെ ഏൽപ്പിക്കും. എന്നാൽ സത്യനിഷേധിയായ ആളെ കൂടെയുള്ള ശൈത്താനിൽപ്പെട്ട കരീൻ എന്ത് പറയുന്ന അറിയോ? കാല കരീനു റബ്ബന മാത്രമായിട്ടു, പടച്ചവനെ ഞാൻ ഓനെ പഴപ്പിച്ചിട്ടില്ല കേട്ടോ. ബല രണ്ടാണി നരകത്തിലിടാനാണ് ആര് പറഞ്ഞ്? മലക്ക് അൽഖിയാഫി ജഹന്നം. ഓനും ഓന്റെ കരീനെയും പിടിച്ചിട്ട് എന്ത് ചെയ്താളാ? നരകത്തിലിട്ടാളാ. രണ്ടാളും കണക്കാണെന്ന്.
പക്ഷെ അപ്പൊ പുറത്ത് വന്നിട്ട് ശൈത്താന്റെ കരീന് പറയാണ്, എന്താ ശൈത്താനിൽപ്പെട്ട കരീന് കാഫിറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് പറയാണ്, എന്താ റബ്ബനെ മാത്രം ഞാൻ ഓനെ പഴപ്പിച്ചിട്ടില്ല കേട്ടോ, വലാക്കിൻ കാനഫി വലാരും വഴിയത്, ഓൻ തന്നെ സ്വയം വഴികേടിലായതാണ് എന്ന് കാല. അപ്പൊ അള്ള പറയുന്ന അല്ലാ തഖ്തസുമു ലദ, എന്റെ അടുത്തുനിന്ന് തർക്കം കൂടണ്ടാന്ന്. ഇവിടെ തർക്കിക്കണ്ട, ഒരു അമൂല ഇറക്കിക്കൊന്ന് പരലോകത്തിലെത്തുമ്പോഴേ. അപ്പൊ ഇജ്ജാണ് എന്നെ വൈകേടിലാക്കിയത്, ഞാനോ മറ്റോ? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സാക്ഷാൽ ഇബ്ലീസ് പറഞ്ഞ സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, വഖാല ശൈത്താൻ ലമ്മാ ഖുദിയൽ അംറു എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്. അപ്പൊ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, നിങ്ങൾക്ക് ഞാൻ താക്കീത് നൽകിയിരുന്നു ഈ ശൈത്താനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇവിടെ മാറ്റിമറിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുകൂട്ടർക്കും ശിക്ഷ ഉണ്ടാവും. അപ്പൊ മലക്ക് പോയി പറയുന്നത്, അഥവാ സത്യനിഷേധിയുടെ റിക്കാർഡുകളൊക്കെ റെഡിയാക്കിയിരുന്ന മലക്ക് പറഞ്ഞത് ഓനും എന്റെ കരീനി എന്ത് ചെയ്യണം, മൽക്കിയാ രണ്ടാളിട്ടക്ക് നരകത്തേക്ക് ഇട്ടക്കുന്നു. അപ്പൊ മറ്റോനെ അവിടെ തർക്കിക്കാൻ നിൽക്കും, ഞാൻ ഇന്നെന്തിനാ നരകത്തേക്ക് ഇടുന്നത്, ഞാൻ ഓനെ പഴിപ്പിച്ചിട്ടില്ലല്ലോ അത്, ഓൻ സ്വയം പഠിച്ചതാണ്. ആ രീതിയിൽ തർക്കം വരും. അപ്പൊ രണ്ടാളും നരകത്തിൽ പോവേണ്ടി വരും. അപ്പൊ ഏതായാലും ഇബ്ലീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളായിട്ട് കരാറെടുത്തിട്ടുണ്ട്. എന്താ കരാറെടുത്തത്? ലാ ഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നിനക്ക് വേണ്ടി ഞാൻ ഇരപ്പുറപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. അപ്പൊ എല്ലാരും പ്രവർത്തിക്കും. ഇബ്ലീസ് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇഖ്ലാസ് ഉള്ള നിന്റെ അടിമകളെ ഒഴികെ, ഇല്ലാ ഇബാദക്ക മിൻഹും അൽ മുഖ്ലസീൻ, ഇബ്ലീസാണേ പറഞ്ഞേ, ഇല്ലാ ഇബാദക്ക പടച്ചവനെ നിന്റെ അടിമകൾ ഒഴികെ. 40-ാമത്തെ ആയത്ത്, മിൻഹും അവരിൽ നിന്ന്, ആ മനുഷ്യരിൽ നിന്ന്, അൽ മുഖ്ലസീൻ ഇഖ്ലാസുള്ള അടിമകൾ ഒഴികെ. അപ്പൊ ശൈത്താന്റെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ എന്ത് വേണം? ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കാൻ തുടങ്ങണമെന്ന്. നിഫാഖ് ഉണ്ടാവാൻ പാടില്ല എന്ന്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അവിടെ നിഫാഖ് കയറി വരും. അല്ലെ, അമ്മാനെ കാണിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ, ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ, പേരിനും പെരുമക്കൊക്കെ വേണ്ടിയിട്ട് അല്ലാഹു അക്ബർ, അങ്ങനെ വന്നാല് നിഫാഖ് കയറി വരും. നിഫാഖ് എന്ന് പറഞ്ഞാലോ, നിഫാഖ് അതികഠിനമാണ്. അല്ലാഹ് എന്താ പറഞ്ഞത് നബിയോട്? മുനാഫിക്കിന് നിസ്കരിച്ചാല് 70 തവണ നീ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹ് ചെയ്യൂല. അഷ്റഫുൽ ഹൽക്ക് ഇസ്തിഗ്ഫാർ നടത്തി 70 തവണ മുനാഫിക്കിന് വേണ്ടി, എന്നാലും അള്ളാഹ് പുറത്തു കൊടുക്കൂല. അത്രയും പോക്കാണ് മുനാഫിക്ക്. ഫിദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിൽ അടിയിലെ തട്ടിലാണ്. അപ്പൊ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് കടന്നു വരിക, അതിന്റെ നേരെ എതിര് കടന്നു വരിക നിഫാഖായിരിക്കും, കാപ്പട്ടിയായിരിക്കും. ആളുകളെ കാണിക്കുക, അതിന് വേണ്ടിയിട്ട്, താൻ പോരിമക്ക് വേണ്ടിയിട്ടൊക്കെ അമലുകൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ആ അമല് കൊണ്ട് എന്തില്ല, ഒരു കാര്യമില്ല. അപ്പൊ ഇഖ്ലാസോട് കൂടി പടച്ചവന്റെ കൽപ്പനകളെ അംഗീകരിച്ച് ജീവിതത്തെ നന്നാക്കി തീർത്താൽ ശൈത്താനീയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യും, സാധിക്കും. എങ്ങനെ? ഇഖ്ലാസ് നിഷ്കളങ്കമായി അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹിനെ ആരാധിക്കാനല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. എങ്ങനെ? മുഖ്ലിസീന, പൂർണ്ണമായി പടച്ചവന് സമർപ്പിച്ചുകൊണ്ട്, അഥവാ ഇഖ്ലാസോട് കൂടി എന്ന് പറഞ്ഞാൽ അവിടെ ആ ആശയാണ്. ലഹു, അവന്, അദ്ദീൻ, അവിടെ കീഴ്വണക്കം, പൂർണ്ണമായി സമർപ്പണം പടച്ചവനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. അപ്പോഴാണ് അതെന്ത് ചെയ്യുക, ഇഖ്ലാസായി തീരുക. ഇഖ്ലാസോട് കൂടിയില്ല, അതില്ല, ആ സമർപ്പണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിഫാക്ക് കയറി വരും. അള്ളാഹു കരിച്ചമ്മ ചോറ് തരൂല, അപ്പൊ ഉമ്മാക്കും വേണ്ടി കരിച്ചു, അത് നിഫാക്കായി, ഇഖ്ലാസും നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ തറാവീന് ഇറങ്ങിയപ്പോ ആൾക്കാരെന്താ പറയാ, അല്ലെ, ഇഷാക്ക് എത്തിയിട്ടില്ല എന്നാലും തറാവീന് എത്തണം, അങ്ങനെയാണല്ലേ നമ്മളെ കാഴ്ചപ്പാട്. ഇഷാക്ക് വന്നിട്ടില്ലെങ്കിലും തറാവീന് എത്തണം എന്നുള്ളതില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആൾക്കാരില്ല. എന്നിട്ട് അവസാന സഫിൽ ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ആ സൂറത്ത് തീരാൻ നേരത്തെ അല്ലാഹു അക്ബർ കഴിയിട്ടു. കുട്ടികളൊക്കെ ആണെങ്കിൽ അതിലൊന്നും എന്തില്ല, അതുവരെ കസാരയിൽ ബാക്കിലൊക്കെ പോയിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ ഈ മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഇതാ കാമു ഇല സ്വലാത്തി കാമു കുസാല യുറാവൂനല്ലാഹ ഇല്ല. അപ്പൊ ഇഖ്ലാസിന്റെ നേരെ ലിദ്ദായിട്ട് വരുന്നത് നിഫാഖാണ്, കാപ്പട്യം.
ഈ കപടവിശ്വാസികൾ തന്നെ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞിട്ടോ. കപടവിശ്വാസികൾ എന്ന് പറഞ്ഞിട്ട് വേറെ ടീമല്ല. നബിയുടെ ഒന്നാമത്തെ സഫില് കപടവിശ്വാസി ഉണ്ടായിരുന്നു. നബിന്റെ കൂടെ യുദ്ധത്തിന് ആര് കൂടിയിട്ടുണ്ട്? കപടവിശ്വാസി കൂടിയിട്ടുണ്ട്. പക്ഷെ അവസരം കിട്ടിയപ്പോൾ നബിനെ ചതിക്കാൻ വേണ്ടി പാലം വലിച്ചു പോകുന്നു. അപ്പൊ കപടവിശ്വാസികൾ എന്നുള്ളത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആയിരിക്കും, അതല്ലാതെ വേറെ ടീമല്ല. നബിയെ പരിഹസിക്കാൻ വേണ്ടി സദസ്സിൽ നിന്ന് റാവീന എന്ന് വിളിച്ചു പറഞ്ഞത് ആരാണ്? കപടവിശ്വാസം. അപ്പൊ നബിന്റെ സദസ്സിൽ ഒരുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ നബിയോടൊപ്പം ഉണ്ട്. അപ്പം അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാം. അപ്പൊ നമ്മളുടെ ഇടയിൽ തന്നെയാണ് നിഫാക്ക് കടന്നു വരികയെന്ന്. ആ നിഫാക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതിന് ആ കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവുക. അഥവാ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, അതോടൊപ്പം തന്നെ പടച്ചവന്റെ പ്രതിഫലം ലഭിക്കണം എന്ന ഈ ചിന്ത. അതാണല്ലോ സൂറത്തു ദഹറിൽ ആ ഇൻസാനില് വിശ്വാസികള് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പറഞ്ഞത് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. പിന്നെന്താ? ഇന്നമാ നുത്ഇമുകുല്ലി വജ്ഹില്ല. പിന്നെ പറഞ്ഞെന്താ? ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. അപ്പൊ അള്ളാഹിന്റെ ശിക്ഷയെ ഭയപ്പെടുക, അള്ളാഹിന്റെ പ്രീതി പ്രതീക്ഷിക്കുക. ഇത് രണ്ടും, ശിക്ഷയെ ഭയപ്പെട്ട് പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അമലുകളെ നന്നാക്കി തീർത്താൽ ഓന് മുഖ്ലിസായി തീരാൻ സാധിക്കും, നിഷ്കളങ്കമായി പ്രവർത്തിക്കാൻ സാധിക്കും. ഓനെ പഴപ്പിക്കാൻ ആർക്ക് കഴിയില്ല? ഷെയ്ത്താന് കഴിയില്ല. ഇഖ്ലാസ് ഇല്ലേ അവിടെ ഷെയ്ത്താൻ കയറി വരും. അതുകൊണ്ട് ആ ശപിക്കപ്പെട്ട ഷെയ്ത്താൻ നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടി സദാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഷർറിൽ നിന്ന് സദാ റബ്ബിനോട് രക്ഷ തേടുക. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ ആരാധനകളിൽ, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളിലെല്ലാം പൂർണ്ണമായ ഇഖ്ലാസ് നിലനിർത്തുവാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. പടച്ചവനെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മാതാപിതാക്കള്, മക്കള്, ഇണകള്, ബന്ധുക്കള്, ഗുരുനാഥന്മാര്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ എല്ലാവർക്കും അവരുടെ രോഗങ്ങളെ പൂർണ്ണമായി ശിഫയാക്കി കൊടുക്കണമേ നാഥ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.